അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന പുതിയ നയതന്ത്ര കരാറിൽ ചിലർ അസ്വസ്ഥരാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചില വ്യവസ്ഥകളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അദ്ദേഹം ഇന്ന് വൈകുന്നേരം അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. കരാറിലെ രണ്ട് പ്രധാന വ്യവസ്ഥകളിലാണ് ഇസ്രയേലിന് വിയോജിപ്പുള്ളത്. ലെബനനിലെ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. ഇറാനിന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. ഈ രണ്ട് കാര്യങ്ങളും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതായി ഇസ്രയേലി പൊതു പ്രക്ഷേപകരായ കാൻ വെളിപ്പെടുത്തി. ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിമിത അംഗങ്ങൾ മാത്രമുള്ള സുരക്ഷാ യോഗത്തിൽ കരാറിനെതിരെ ഇസ്രയേൽ സ്വീകരിക്കേണ്ട അടുത്ത നീക്കങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് വിവരം. പ്രാദേശിക സുരക്ഷയെ ബാധിക്കുന്ന കരാറുമായി മുന്നോട്ടു പോകുന്നതിൽ ഇസ്രയേലി ഭരണകൂടത്തിന് കടുത്ത അമർഷമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിയ ഇറാൻ US യുദ്ധത്തിന് പരിസമാപ്തിയാകുകയാണ്. ഹോർമസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചതായാണ് വിവരം. കരാർ അന്തിമഘട്ടത്തിലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നാവിക ഉപരോധം അമേരിക്കയും പിൻവലിക്കും. കരാറിന്റെ ഭൂരിഭാഗം വ്യവസ്ഥകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതായും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് അറിയിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച US ഇറാൻ സൈനിക നീക്കത്തിന് പിന്നാലെയാണ് ഇറാൻ ഹോർമസ് കടലിടുക്ക് അടച്ചത്. ഇതേ തുടർന്ന് അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ലോകത്തിലെ ആകെ എണ്ണക്കടത്തിന്റെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന ഹോർമസ് കടലിടുക്ക് അടച്ചതോടെ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ധനവില വർധനവും ഉണ്ടായിരുന്നു. പുതിയ കരാറിലൂടെ ഈ പാത തുറക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാകും. അതേസമയം പുതിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ഉയർന്ന അളവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മാസങ്ങളായി തുടരുന്ന US ഇറാൻ ഇസ്രയേൽ സംഘർഷവും തുടർന്നുണ്ടായ ഹോർമുസ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും പരിഹരിക്കാൻ ഇറാന്റെ തീരുമാനം വഴിയൊരുക്കുമെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അളവിലുള്ള യുറേനിയം ഇറാന്റെ പക്കലുണ്ടായിരുന്നുവെന്നാണ് US ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇറാൻ തങ്ങളുടെ ശേഖരം കൈമാറാൻ തത്വത്തിൽ സമ്മതിച്ചതായി സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. യുറാനിയം കൈകാര്യം ചെയ്യുന്നതിനുള്ള കൃത്യമായ സംവിധാനം ഭാവിയിലെ ചർച്ചകളിൽ തീരുമാനിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധം നിർത്തിവെക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും യുറേനിയം വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ സൈനിക നടപടികൾ പുനരാരംഭിക്കാമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇറാനെ താക്കീത് നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാസ് ട്രംപിന്റെ ഈ വാദങ്ങൾ തള്ളിപ്പറയുകയും ഹോർമസ് കടലിടുക്ക് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഇറാൻ മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസിയും യുറേനിയം കൈമാറ്റത്തിന്റെ വാർത്ത നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേസമയം ലെബനനിലും ഗാസയിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയ വാർത്തകളും പുറത്തുവന്നു. ഗാസയിൽ 5 പോലീസ് ഉദ്യോഗസ്ഥരും ലെബനനിൽ 5 പൗരന്മാരും കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ഷെയ്ഖ് റിദ്വാനിൽ പോലീസ് ചെക്ക് പോസ്റ്റിലാണ് ആക്രമണമുണ്ടായത്. 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിന് വില കൽപ്പിക്കാതെയാണ് ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്നത്. ദക്ഷിണ ലെബാനിലെ ടയർ നഗരത്തിന്റെ വടക്കൻ പ്രദേശത്ത് ബാക്ബൂഖിൽ നടത്തിയ ആക്രമണത്തിലാണ് 5 സാധാരണക്കാർ കൊല്ലപ്പെട്ടത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയുമാണ്. മാർച്ച് 2 മുതൽ ലെബനനിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ 3123 ആയി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.